ഇന്നത്തെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പേരുള്ള ഒരാളാണ് കേട്ടോ. രാജേഷ് അല്ല, സന്തോഷ് അല്ല, സുമേഷ് അല്ല, കൃഷ്ണകുമാർ അല്ല, സന്തോഷ് അല്ല, ഗോവിന്ദൻ അല്ല. എന്നാ പിന്നെ പറഞ്ഞു തോല രന്തീഷ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കൃത്യമായിട്ട് കാണുന്ന ആരോണെന്ന് തോന്നുന്നു. വന്നുടനെ ഇടിക്കാനായിട്ട് ഒരു പരിശ്രമം നടത്തുന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിലാണ് ഇപ്പോൾ. സൗദിയിൽ ദമാം, ജിദ്ദ, റിയാദ്, അൽഖോബാർ. അല്ല, ഞാൻ ബിഷ. അതെവിടെയാണ് സ്ഥലം? റമീഷ് മുഷയത്ത് ഒരു 200 കിലോമീറ്റർ അപ്പുറം. എങ്ങനെയാ അറിയില്ല, പ്രവാസികളുടെ ഓണത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് വായെടുത്തില്ല. അതിനു മുമ്പ് ഒരു പ്രവാസി നമുക്ക് അതെ, പക്ഷെ ഇതിനാണ് പറയുന്നത് തേടിയ പ്രവാസി കാലി ചവിട്ടുന്നത്. സൗദിയിൽ എത്ര വർഷമായി? 7 വർഷം. ഇപ്പൊ ലീവിന് വന്നിരിക്കുകയാണ്. ലീവിന് വന്നാൽ ഒരു പ്രവാസിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിൽ ആ കിട്ടുന്ന കുറച്ച് സമയത്തിൽ നല്ലൊരു സമയം ഹോം മിനിസ്റ്ററിന് വേണ്ടി മാറ്റി വെക്കാൻ അദ്ദേഹം കാണിച്ച 6 മാസം. 6 മാസത്തെ ലീവിനാണോ ചെയ്തേ? അപ്പൊ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. 8 വർഷം കൂടി 6 മാസം ലീവ് എടുത്താണോ? ഞങ്ങൾക്ക് വർഷത്തിൽ 6 മാസം ലീവ് കിട്ടും. അതെന്ത് ജോലിയാണ്? അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യണം. ഷെഫായിട്ട് വർക്ക് ചെയ്യാണ്. ഏത് ഹോട്ടലിലാണ്? അവിടെ വത്ബ എന്ന് പറഞ്ഞിട്ട് വലിയ റെസ്റ്റോറന്റ്. അവിടെ നിങ്ങൾ അറബിക് ഫുഡാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് അതോ ഇന്ത്യൻ ഹോട്ടലാണോ? അറബിക് ഫുഡാണ്. എവിടെയാണ് ഇതൊക്കെ പഠിച്ചത്? ഞാൻ അവിടെ നിന്ന് പഠിച്ചാണ്. അവിടെ ചെന്ന ശേഷം പഠിച്ചിട്ട് നിൽക്കുന്നതാണ് അല്ലേ? അപ്പൊ ശക്തിയേറിയ രുചികരമായ ഒരു മത്സരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. ഓക്കെ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് കൃഷ്ണകുമാർ KG. കൃഷ്ണകുമാർ എവിടെ നിന്ന് വരുന്നു? ഞാൻ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ നിന്നാണ്. എറണാകുളം ജില്ലയിലെ കൊച്ചി. ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി, തോപ്പുംപടി, ചുള്ളിക്കൽ ഏത് പ്രദേശത്താണ്? കൊച്ചിയിൽ ചുള്ളിക്ക കഴിഞ്ഞിട്ട് പനേപ്പള്ളി എന്ന് പറയും. പനേപ്പള്ളിയിൽ ഒരുപാട് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അറിയാം, ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ വീട് ഇവിടെ ആണെങ്കിലും ഞാൻ ചെന്നൈയിലാണ് വർക്ക്. ഓ, എനിക്ക് മലയാളം കേട്ടപ്പോൾ ചെറുതായിട്ട് തോന്നി. ചെന്നൈയിൽ എവിടെയാണ്? ചെന്നൈയിൽ പോരൂർ എന്ന് പറയും. പോരൂർ എന്നാണ് പറഞ്ഞത്? പോരൂർ വടപ്പള്ളിയുടെ അടുത്താണ്. ആക്ച്വലി വടപള്ളിന്റെ അടുത്താണ്. രാമേന്ദ്ര മെഡിക്കൽ മിഷന്റെ ഒക്കെ അടുത്തല്ലേ? അല്ലേ? അവിടെയാണ് ഞാൻ. അവിടെ രാമേന്ദ്ര മെഡിക്കൽ മിഷൻ പറഞ്ഞു. അതെ, MGRന്റെ വീടിനടുത്തേക്ക് പോകുന്ന വഴി അത് തന്നെ അല്ലേ? നമ്മള് ബന്ധുക്കളായില്ല. നമുക്ക് ഭൂമിശാസ്ത്രപരമായ അറിവ് വേണം, ഏത് രാജ്യം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. പെട്ടെന്നൊരു സ്ഥലം ചോദിച്ചാൽ പറഞ്ഞുതരുമോ? മോനിപ്പള്ളി എവിടെയാണ്? എനിക്കറിയില്ല, ഞാൻ ഈ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, ആകപ്പാട് ആ ഗുഹയിൽ ഇവിടം വരെ വന്നിട്ടുണ്ട്, അല്ലാതെ ഇവിടം വരെ ഇതുവരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ ഹോസ്പിറ്റലിൽ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എൻ്റെ MSc അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടെ തന്നെ R&Dയിലാണ്. ഏതിലാണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എനിക്ക് ഷോർട്ട് ഫോംസിൽ ഞാൻ ഇത്തിരി വീക്കാണ്. ഈ ഗുഹയിലാണെങ്കിലും എനിക്ക് R&Dയുടെ ഫുൾ ഫോം അറിയാൻ പറ്റും. വെരി ഗുഡ്. അതിന് നല്ലൊരു പ്രോത്സാഹനം എല്ലാരും കൊടുക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, ചേച്ചിയുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ വർക്ക് ചെയ്യാണ്. ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോ അവർ എന്ത് അനുഗ്രഹമാണ് തന്നു വിട്ടത്? ജയിച്ചു ഒരു മകനെ. ജയിച്ചു ഒരു മകനെ. മകനെ ജയിക്കട്ടെ, ഞാനും ആശംസിക്കുന്നു. അങ്ങോട്ടെന്നോളൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നയന SS. ഒരു വീട്ടിലെ ഒറ്റ മോളാണോ? അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി MA ജേർണലിസം ചെന്നൈയിൽ. നാട്ടിലെവിടെ സ്ഥലം? നാട്ടില് കോഴിക്കോട്. എത്ര ക്ലാസ്സിലാണ് നയന പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയ കുട്ടിയാണോ? അത്രയൊന്നും ചർമ്മം കണ്ടാ പ്രായം പറയില്ല. എല്ലാവരും പറയുന്നുണ്ട്. അതൊരു എന്താന്ന് അറിയണ്ട. ഇപ്പം നമുക്ക് തോന്നും എന്നെ കണ്ടാൽ അയ്യോ എന്നെ കണ്ടാൽ ചെറുതാൻ തോന്നുമല്ലോ, സങ്കടം തോന്നുമെങ്കിലും നമ്മളൊരു 30കളിലോട്ടൊക്കെ കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 40കളിലോട്ടൊക്കെ കടന്ന് നമുക്ക് ഏകദേശം ഒരു നന്ദിനിയുടെ പ്രായമൊക്കെ ആകുമ്പോഴും നമുക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റിയ വണ്ടി പോകുന്ന വഴി റൂട്ട് കണ്ടപ്പോഴേ തോന്നി അത് ഇവിടെ വന്ന് ഇടിച്ചു. ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ മാവേലി ചേട്ടൻ വിളിച്ച ആളാണ് നീ. നിനക്ക് 30 വയസ്സൊക്കെ ഞാൻ കുറച്ച് എനിക്ക് ആൾക്കാരോട് ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. മാവേലി തമ്പുരാൻ എന്നാണ് നമ്മൾ മലയാളികളെല്ലാം പറയേണ്ടത്. മാവേലി ചേട്ടൻ, മാവേലി മാമൻ എന്നൊന്നും വിളിക്കാൻ മാവേലി ഇപ്പൊ കുറെ കാലമായില്ലേ, അപ്പൊ മാവേലി കേരളത്തിൽ ശരിക്കും എവിടെയാണ് താമസിച്ചിരുന്നത്? കോഴിക്കോട് തന്നെയോ? കോഴിക്കോട് എവിടെ? ബാലുശ്ശേരി, നന്മണ്ട, വെള്ളിമാടൂന്ന്. മിഠായി തെരുവിലല്ലോ. വെള്ളിമാടൂന്ന് എവിടെയാ മാവേലിയുടെ വീട്? തൊട്ടടുത്ത് തന്നെയാണ്. സത്യത്തിൽ നിങ്ങളുടെ ഫാമിലിപ്പെട്ടവരാണോ മാവേലിനെ ചവിട്ടി താഴ്ത്തിയത്? അല്ല, ഞങ്ങളെ ഫാമിലി ഇല്ല. മാവേലി ഞങ്ങളെ ഫാമിലിയാ. അപ്പൊ ഞങ്ങൾ ശത്രുക്കളാണോ ചവിട്ടി താഴ്ത്തിയത് എനിക്കൊരു ഡൗട്ട്. മാവേലി ഞങ്ങൾ ഒരേ ഫാമിലിയാ. നമ്മളെല്ലാവരും ഫാമിലി. നമ്മൾ ഒറ്റ കെട്ടായിരിക്കും ഈ മത്സരത്തിലുടനീളം. റെഡിയാണല്ലോ? നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഞങ്ങളെ ചവിട്ടി താത്താൻ വേണ്ടി വന്നതാണോ? നമുക്ക് നോക്കേണ്ടി വരും. അല്ല, മാവേലി ഫാമിലി അല്ലേ, ബാക്കിയുള്ളവരല്ലേ ചവിട്ടി താഴ്ത്തുന്നത്. മാമൻ ഫാമിലി ആയിട്ട് നിന്നോളൂ. നോക്കാം. മാവേലിനെ താഴ്ത്താൻ വേണ്ടിട്ട്
ശിരസ് താഴ്ത്തി കൊടുക്കാനുള്ള ചെയ്യാം. അതെ അതെ. അതേപോലെ താഴ്ത്തി കൊടുത്താൽ മതി, അയാൾ താഴ്ത്തിക്കോളും. Big peoples will kneel down in front of small people. ഒരു കരണത്തടിച്ച മറുകണത്തും കാണിച്ചു കൊടുക്കണം. നാളെ മദർ തെരേസ അല്ലേ അത് അതെ, പറഞ്ഞത്? Mother Teresa. അല്ല, ബാബു ആന്റണി അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ അമ്മയെ കണ്ണു തുറക്കും ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും എന്നുള്ള ഒരു കഥാ അത് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, അമ്മയെ കണ്ണു തുറക്കും ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും, അതാണ് ആ കൃതിയുടെ പേര്. Mother Teresa അല്ല കുഞ്ഞേ, അത് ഗാന്ധിജിയാണ്. അല്ല, എന്നാൽ ഒരു ഇല്ല, Mother Teresa അങ്ങനെ പറഞ്ഞു. തുപ്പിയാൽ മുഖം കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പഠിച്ചതാണ്. മുഖത്ത് തുപ്പുന്ന കേസൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഇല്ല. അതുമല്ല, അടി സിംബോളിക് ആയിട്ട് നമുക്ക് മുഖത്ത് തുപ്പി കഴിയുമ്പോ ഒരെണ്ണം കൂടെ തരും. ഉമ്മയാണെങ്കിൽ ശരിയാ. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു തുപ്പിൽ ഞാൻ കണ്ടിട്ടുള്ളത് ടൈറ്റാനിക്കിൽ ജാക്കും റോസും കൂടെ കപ്പലിന്റെ മേളിൽ നിന്ന് താഴത്തോട്ട് തുപ്പുന്നതാണ്. വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നോളൂ, നമുക്ക് അടുത്ത ആളെ നോക്കാം. ഈ കുട്ടി മിക്കവാറും കപ്പം കൊണ്ട് പോകും എന്നെനിക്ക് തോന്നുന്നു. മുഖത്ത് തുപ്പാണ്ട് സൂക്ഷിച്ചു. എല്ലാരും ഇത്തിരി മാറി മാറി വന്നോളാം. അതെ. അടുത്ത കണ്ടസ്റ്റന്റ് പാർവതി എസ് നാരായൺ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? പത്തനാപുരം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ എംടെക്കിന് ജോയിൻ ചെയ്തിരിക്കുന്നു. ആണ്. ആഭരണങ്ങളൊക്കെ സെലക്ട് ചെയ്ത് തരുന്ന ആരാണ്? ഞാൻ പോയിട്ട് വാങ്ങാൻ. അത് ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ ഉത്സവം കൂടാൻ പോകുമ്പോൾ ഓരോ വള മേടിക്കുക, ഒരു കമ്മല് മേടിക്കുക, അങ്ങനെയാണോ? അതോ ഇതിനു വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ചെന്ന് മേടിക്കുകയാണോ ചെയ്യുന്നത്? ഇതിനു വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് ചെന്ന് മേടിക്കുക. അതായത് ഒരു സാരി മേടിച്ചാൽ അതിന് മാച്ചാവുന്ന സാധനങ്ങളെല്ലാം പിന്നീട് അതിനെ കൊണ്ട് വെച്ച് നോക്കി മേടിക്കും. ഏകദേശം. എത്ര ജോഡി കമ്മലുണ്ടാവും വീട്ടില്? ഇല്ല, ഞാൻ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഇടാറില്ല. ഗോൾഡ് സിമ്പിൾ ആയിട്ട് ഇടാറുള്ളൂ. സിമ്പിൾ ആയിട്ട് ഡ്രസ് ഇടാറുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊരു മിമിക്രിയിൽ ഒരു കോമഡി നാടകം കളിച്ചു. അപ്പൊ ഞങ്ങളുടെ മിമിക്രിക്ക് ശേഷം ഒരു നാടകം ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ നാടകം ഉണ്ടായിരുന്നു. അപ്പൊ ആ നാടകത്തിനകത്ത് ഞാൻ എന്താടാ നീ വരാൻ വൈകിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ പുള്ളി ഒറിജിനൽ നാടകം നടന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഷോ കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മിമിക്രിക്കാരിങ്ങനെ നാടകത്തെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ, അത് തമാശയ്ക്ക് വേണ്ടിയാണ്, അതൊരു ഇത്തിരി അപ്ഗ്രേഡ് കൂട്ടി ഞങ്ങൾ ചെയ്താലല്ലേ. ഒന്നുമില്ല, ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള നാടകക്കാരൊക്കെയാണ് എന്താടാ നീ വരാൻ വൈകിയതെന്ന് പറയുന്നത്. ഞങ്ങൾ തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ എന്താടാ നീ വരാൻ വൈകിയത് ഇത്രേ ഉള്ളൂ എന്ന്. അതാ പറഞ്ഞു. അതുപോലെ ഇത്ര ഞങ്ങള് സാധാരണ ഇത്ര ലൈറ്റ് ആയിട്ട് ഞങ്ങൾ ഉണക്കാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അതെന്താ ഇത്ര സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന പെൺകുട്ടികളെ ആർക്കും ഇഷ്ടമല്ല. അവിടെ പോയി. ഇന്നത്തെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് സ്നേഹ ഉഷൻ. നമസ്കാരം. എന്താണ് ശരിക്കും പേര്? നന്ദിനി വായിച്ചപ്പോ എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. സ്നേഹ ഉഷൻ. സ്നേഹ ഉഷൻ. 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 ഉഷൻ എന്നൊരു പേര്. സോ യു ആർ എ മലയാളി. ഈ സ്നേഹ ഉഷൻ എന്ന് വെച്ചാൽ എന്താണ് സംഭവം? സ്നേഹ ഉഷൻ എല്ലാവരും രണ്ടാമത് കൂടി ചോദിക്കുന്ന ഒരു പേരാണ്. ഉഷൻ എന്താണ്? ഉഷൻ അച്ഛന്റെ പേരാണ് ഉഷൻ. ഉഷൻ. ഉഷ എന്ന് പെണ്ണുങ്ങൾക്ക് ഇടുന്ന കാലത്ത് അച്ഛന്റെ അച്ഛനും അമ്മയും കൂടെ അച്ഛന് ഉഷൻ എന്ന് പേരിട്ടു. ചിലപ്പോ ഉഷയെന്നായിരിക്കും. ഉഷ വരും എന്ന് വിചാരിച്ച് ഉഷൻ വന്നപ്പോൾ അങ്ങനെയല്ല. അത് എന്താ വെച്ചാല് ഉഷാനന്ദ് ആയിരുന്നു. അപ്പൊ 10th സർട്ടിഫിക്കറ്റിൽ അത് ഉഷനായി. അപ്പൊ പിന്നെ അത് ഉഷൻ തന്നെയായി. അന്നൊക്കെ 10ാം ക്ലാസ്സിൽ എഴുതുമ്പോ തിരിഞ്ഞു പോയാൽ പിന്നെ പോയത് തന്നെയാ. പഴയ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ എല്ലാം അങ്ങനെയാ, തോന്നിയ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെയാ അല്ലേ? അങ്ങനെയായി. പിന്നെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പൊ അച്ഛൻ എല്ലാരും ഉസൈൻ ആക്കിയത്. അച്ഛൻ നോർത്തിലേക്ക് ആയപ്പം. അപ്പം ഇവിടെ വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ചോദിക്കും എന്താ പേര് ചോദിക്കും. ഉഷൻ. നിങ്ങൾ നോർത്തിലല്ലേ ജനിച്ചു വളർന്നത്? ഞാൻ ആയിരുന്നു. എവിടെ നോർത്തിൽ ജനിച്ചത്? ജലഹല്ലി? അല്ല, ഞാൻ നോർത്തിലല്ല. അച്ഛൻ നോർത്തില. ഞാൻ ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിൽ. തെലുങ്ക് അറിയാമല്ലോ? എനിക്ക് ഹിന്ദി അറിയാം. ഹൈദരാബാദിലല്ലായിരുന്നോ? ഹൈദരാബാദിൽ ഞാൻ ചെറുതിലായിരുന്നു, പക്ഷെ ഹിന്ദിയാ പഠിച്ചത്. అయ్యే అప్ప പിന്നെ വേണ്ട. തെലുങ്ക് എന്താ എന്നോട് ചോദിക്കൂ, സംശയം ചോദിക്കൂ. നമസ്കാരം అండి, మీరు బాగున్నారా? അതാണ് എന്റെ ചോദ്യം. എന്താ തമിഴൻ പറഞ്ഞു തെലുങ്ക്. നിങ്ങൾ ആരാണെന്നാണ് എന്റെ അർത്ഥം? അതെ. ബംഗാര് കോടി വിട്ട ബാഗുനാരു എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം. പക്ഷെ മീര് ബാഗുനാരാന്ന് വെച്ചാൽ അതല്ല. പറഞ്ഞു കൊടുക്കൂ. ഹലോ ഹൗ ആർ യു. അതിന്റെ ഭക്ഷണം കഴിച്ചു വന്നു. സുഖാണെന്ന് ചോദിക്കണല്ലേ. ബംഗാര് കോടി വിട്ട എന്ന് വെച്ചാൽ എന്താ? അത് പാട്ടാണ്, മനസ്സിലായി അല്ലേ? ഏത് പാട്ടാണ്? കോടി വിട്ട ചെക്ക് മന്തി.
അടിപൊളി. ഞങ്ങള് തെലുങ്ക് പാട്ട് ഉഗ്രാണ്. ശൃംഗാരി ചീര പട്ടു എന്ന് വെച്ചാൽ എന്താ പറയാമോ? അതിന്റെ രണ്ടാമത്തെ ഒരു ബംഗാളി കോടി വിട്ട ശൃംഗാരി ചീര പട്ടു എന്താണ് എന്ന് വെച്ചാല് ശൃംഗാരത്തോടെ നല്ല ശീലത്തോടെ പട്ടുടുക്കുന്ന ഒന്നുമല്ല. ശൃംഗാരി ചീര പട്ടു ശൃംഗാരി പട്ട് സാരി. ചീര എന്ന് വെച്ചാൽ അവിടെ സാരിയാണ്. ഞാൻ വളരെ അടുത്തെത്തിയല്ലോ. അടുത്തെത്തിയിട്ട് കാര്യമില്ല. ചീര എന്ന് വെച്ചാൽ സാരി എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ നിന്ന് ഒരാൾ ഇപ്പൊ ഔട്ടാവേണ്ടതായിട്ടുണ്ട്. അത് എനിക്ക് വളരെ സങ്കടമുണ്ട് നിങ്ങളിൽ ഒരാളെ ഔട്ടാക്കാൻ. എനിക്ക് ഈ കുട്ടിയൊക്കെ ഔട്ടാകാൻ എനിക്ക് നല്ല സങ്കടം വരും. അങ്ങനെ ആയാലും മൂക്ക് സങ്കടം വരുമോ? അപ്പൊ ഒരു കവളത്ത് തുപ്പിയ മറുകവള് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഔട്ടാകുമ്പോ ഓക്കെ. നിങ്ങൾ എല്ലാവരും നേരെ ബാക്കിൽ 1 മുതൽ 5 വരെ എഴുതിയിരിക്കുന്ന അക്കങ്ങളിലേക്ക് എന്ന് കയറുന്നുള്ളൂ. നിങ്ങൾ 5 പേരിൽ ആരാണ് ഔട്ടാകേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന അപൂർവ സുന്ദരമായ ഒരു നിമിഷമാണിത്. നന്ദിനി, എല്ലാവർക്കും സ്ലേറ്റ് കൊടുക്കും. ആരെയാണ് ഔട്ടാക്കേണ്ടത് എന്ന് അതിലെഴുതി കൊടുക്കും. By discovery. 4-ാം നമ്പറുകാരൻ ഒന്നിറങ്ങി വരിക. ആ തെലുങ്ക് പാട്ട് പാടിയപ്പോഴേ എനിക്ക് തോന്നി ഇത് സംഭവിക്കും. ഇയാൾ കുറച്ച് സ്മാർട്ടാണെന്നും സുന്ദരനാണെന്നും ഇവിടെ നിന്നാൽ മറ്റുള്ളവർക്ക് ഭാരയാകുമെന്നും അവരൊക്കെ തോന്നി. എന്നിട്ടും ഇയാളെ ഔട്ടാക്കിയില്ല എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ചെല്ലും, അവിടെ ചെന്നും പോഡിയത്തിലേക്ക് നിൽക്കും. അതവിടെ കൊടുക്കും, ആ സ്റ്റേറ്റ് അവിടെ കൊടുക്കും. അപ്പോൾ ഇനി ഔട്ടായ ആളെ നമുക്ക് നേരിട്ട് വിളിക്കാം. അല്ല, ടെൻഷൻ അടിപ്പിക്കണ്ട. ഒരു കരണത്ത് തുപ്പിയാൽ മറു കരണവും കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ നമ്മുടെ കുട്ടിയുടെ ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ഇങ്ങനെ. അതായത് എന്നെ ഔട്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കുട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിങ്ങൾ 4 പേരും ഓടിയത്തിലോട്ട് പോകോളും. നയന SS, നയന സിംപ്ലി സ്മാർട്ട്. അത് എല്ലാവരും നേരത്തെ തിരിച്ചറിഞ്ഞു. കാരണം നയന ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യോത്തരങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധ്യത ഉള്ള ഒരാളാണ് നയന. കോഴിക്കോട് നിന്ന് വന്ന ഒരു മത്സരാർത്ഥിയാണ് നയന. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മത്സരാർത്ഥിയാണ്. പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായിട്ട് പോലും എല്ലാവരും കൂടി ഈ മത്സരത്തിൽ നിന്ന് ഫസ്റ്റ് റൗണ്ടിൽ പുറത്താക്കാൻ തീരുമാനിച്ചത് നയനയാണ്. എന്തുകൊണ്ടായിരിക്കും നയന അവരങ്ങനെ തീരുമാനിച്ചത്? അതിൻ്റെ കാരണം എനിക്കറിയില്ല. പക്ഷേ ഈ ഷോയിലേക്ക് കയറുന്നതിന് മുമ്പേ ഞാൻ ഔട്ടാവുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതെന്തോ എനിക്ക് തോന്നിയത് ഒരു സ്പാർക്ക് കിട്ടിയിരുന്നു. അതെന്തായാലും ഇവിടെ റിയലായി. ഇത്ര ചെറിയ പ്രായത്തില് ഇൻസ്റ്റിങ് ഇങ്ങനത്തെ സ്പാർക്കുകളൊക്കെ കിട്ടുമോ? അത് എന്തോ എനിക്ക് ആ ഒരു സ്പാർക്ക് കിട്ടി. അതിപ്പോൾ സത്യമായി. എനിക്ക് ഉറപ്പിച്ചത് ഞാൻ ഔട്ടാവുന്നത്. സിക്സ്ത് സെൻസ്. ഇത്തരത്തിൽ തീരുമാനങ്ങൾ നമുക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും ഇന്നത് സംഭവിക്കും അല്ലെ ഇന്നത് കരുതുന്ന ഒരുപാട് പേർക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നയന, ഇവരോട് എന്താ പറയാനുള്ളത്? എനിക്കിനിപ്പം ഇവരോടൊന്നും പറയാനില്ല. ഡു യുവർ ബെസ്റ്റ്. ബെസ്റ്റ് ആള് ജയിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എനിക്ക് പറയാനില്ല.